മോർണിംഗ് വോയിസ് എന്ന അനുഗ്രഹീത പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവനാമമഹത്വത്തിനായി ഒരു ഗാനം നമുക്കിപ്പോൾ ശ്രവിക്കാം. പാപം പരിഹരിപ്പാൻ പാരിൽ പിറന്നവനേ, പാതകനൻ പേർക്കാ നിൻ പാവന നിണം ചൊരിഞ്ഞു. പാപം പരിഹരിപ്പാൻ പാരിൽ പിറന്നവനേ, പാതകനൻ പേർക്കാ നിൻ പാവന നിണം ചൊരിഞ്ഞു. ഇന്ന് വചനത്തിൽ നിന്ന് നമ്മോട് സംസാരിക്കുന്നത് കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ വിനോദ് തോമസ് കോട്ടയം. പ്രാർത്ഥനയോടെ ധ്യാന ചിന്തകൾ നമുക്ക് ശ്രമിക്കാം. ദൈവനാമത്തിന് മഹത്വം. മോർണിംഗ് വോയിസിലൂടെ ഈ പ്രഭാതത്തിൽ ദൈവം അനുസരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള നിസ്തുല്യമായ സ്നേഹവന്ദനം, പ്രഭാതവന്ദനം. 1 പത്രോസ് 1-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം. നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. പത്രോസ് കഷ്ടതയിലൂടെ കടന്നു പോകുന്ന ദൈവജനത്തോട് അവരുടെ വീണ്ടും ജനനത്തിൻ്റെ മഹത്വം ഓർത്ത് ഈ കഷ്ടതയെ അതിജീവിക്കുവാൻ ആഹ്വാനം ചെയ്യുന്നു. അവരെ ആശ്വസിപ്പിക്കുന്നു, ധൈര്യപ്പെടുത്തുന്നു. അവർ കഷ്ടം അനുഭവിക്കുന്ന ഒന്നും നഷ്ടമല്ല, കാരണം അവർ വീണ്ടും ജനനം പ്രാപിച്ചവരാണ്. വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ എന്താണ് ആശയം? സ്വർഗീയ ജനനം എന്നാണ്. ബോൺ ഫ്രം എബോവ്. സ്വർഗത്തിലെ ഒരു ജനനം നടന്നിരിക്കുകയാണ്. ഭൂമിയിൽ ഒരാൾ ജനിക്കുമ്പോൾ ആ ഭൂമിയിലെ ജനനമാണ്. സ്വർഗീയമായ ജനനം ആ വ്യക്തിക്ക് ലഭിക്കുമ്പോൾ വീണ്ടും ജനനമാണ്. വീണ്ടും ജനനത്തിലൂടെ സ്വർഗീയമായ ജനനം പ്രാപിക്കുന്നു. അതിനായി ദൈവം ഉപയോഗിക്കുന്നത് 2 കാര്യങ്ങളാണ്. നാം യോഹന്നാൻ 3 വായിക്കുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിക്കുക. ദൈവവചനത്താലും ദൈവത്തിൻ്റെ വചനത്താലും നാം വീണ്ടും ജനിച്ചിരിക്കുന്നു. നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നത് കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനിൽ നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ. ദൈവവചനം നമ്മുടെ ഹൃദയങ്ങളെ ക്രിയ ചെയ്യുന്നു. ദൈവാത്മാവ് ആ ദൈവവചനം ഉപയോഗിച്ച് നമ്മുടെ പാപത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ചും വരുവാൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ചും നമുക്ക് ബോധം വരുത്തുന്നു. അങ്ങനെ മാനസാന്തരപ്പെട്ട് നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച, നമ്മുടെ പാപത്തിന് ശേഷം അനുഭവിച്ച, നമുക്ക് വേണ്ടി പാപപരിഹാരം വരുത്തി ഉയർത്തുന്നേറ്റ് ജീവിക്കുന്ന ആ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിലേക്ക് കർത്താവും രക്ഷിതാവുമായി അംഗീകരിക്കുന്നു, സ്വീകരിക്കുന്നു. ആ കർത്താവിൻ്റെ കർത്തൃത്വത്തിനായിട്ട് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുന്നു. അങ്ങനെയാണ് നാം വീണ്ടും ജനനം അനുഭവത്തിലേക്ക് വരുന്നത്. ആ വീണ്ടും ജനനം നമ്മളെ ഒരു സ്വർഗീയ ജനനമായതുകൊണ്ട് സ്വർഗത്തിൽ ഉള്ള ഒരു അവകാശം നമുക്ക് നൽകുകയാണ്. ഈ ഭൂമിയിൽ ജനിക്കുന്ന ഒരാൾക്ക് അവൻ്റെ മാതാപിതാക്കളുടെ അവകാശിയാണ്. ഈ ഭൂമിയിൽ പല അവകാശങ്ങളുണ്ട്. എന്നാൽ സ്വർഗത്തിൽ ജനിക്കുന്നവരുടെ അവകാശം ഈ ഭൂമിയിലല്ല. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ല. ഇവിടെ ഈ കാണുന്നതൊക്കെ താൽക്കാലികമാണ്. ഇവിടുത്തെ അവകാശങ്ങളൊക്കെ നീങ്ങിപ്പോകുന്നതാണ്. അതൊക്കെ താൽക്കാലികമാണ്. എന്നാൽ സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന അവകാശം, ഈ അവകാശത്തിൻ്റെ പ്രത്യേകത ഒന്ന് സ്വർഗീയമായ അവകാശമാണ്. അതിൻ്റെ അർത്ഥം അധാത്മീയ അവകാശമാണ്. അത് നിത്യമായ അവകാശമാണ്. വീണ്ടും ജനനത്തിലൂടെ മാത്രം ലഭിക്കുന്ന അവകാശമാണ്. അത് ദൈവത്തിൻ്റെ അവകാശമാണ്. നാം റോമാലേഖനം 8-ാം അധ്യായത്തിൽ വായിക്കുന്നു, മക്കളെങ്കിലോ നാം അവകാശികളാകുന്നു. ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളും ദൈവത്തിൻ്റെ അവകാശികളും തന്നെ. വീണ്ടും ജനനത്തിലൂടെ നാം ദൈവമക്കളാകുന്നു. അപ്പോൾ ക്രിസ്തുവിൻ്റെ ഒപ്പം കൂട്ടവകാശം ദൈവം തരികയാണ്. കാരണം ക്രിസ്തുവിലൂടെയാണ് നാം ദൈവമക്കളായത്. മാത്രമല്ല ദൈവത്തിൻ്റെ എല്ലാ
അവകാശവും നമുക്ക് നൽകുന്നു. അങ്ങനെ നാം അവകാശികളാണെങ്കിൽ ആ അവകാശം സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ഒരു അവകാശമാണ്. അത് സുരക്ഷിതമാണ്, സൂക്ഷിച്ചു വച്ചിരിക്കുകയാണ്. നാം കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൽ വായിക്കുന്നു, നാം മരിച്ചു, നാം ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. അഥവാ നാം സ്വർഗത്തിൽ ആത്മീയമായിട്ട് ക്രിസ്തുവിനോടുകൂടെ സ്വർഗത്തിൽ പിതാവിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന പോലെ തന്നെ നമ്മുടെ അവകാശവും സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതാണ്. ആരും എടുക്കാത്ത അവകാശം, ആരും എടുക്കാത്ത അവകാശം എൻ്റെ ഭാഗ്യമാണെന്ന് നാഗൽ സാഹിബ് പാടിയിട്ടുണ്ട്. ഏറ്റവും സുരക്ഷിതമായ അവകാശം. കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കത്തില്ല, പുഴുവും തുരുമ്പും കിടക്കത്തില്ല. കാരണം സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന അവകാശമാണ്. സ്വർഗത്തിൽ വളരെ നമുക്ക് വേണ്ടി, നമുക്കറിയാം, ഒരു വ്യക്തി തൻ്റെ വിലയേറിയ വസ്തുക്കളെയാണ് വളരെ സൂക്ഷ്മതയോടെ സൂക്ഷിക്കുന്നത്. അതുപോലെ ഈ അവകാശത്തെ സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. നഷ്ടപ്പെടുന്നതല്ല, വളരെ സുരക്ഷിതമാണ്. മാത്രമല്ല, ഈ അവകാശത്തിന് 3 പ്രത്യേകതകൾ പറയുന്നുണ്ട്. 1, ക്ഷയമില്ലാത്ത അവകാശം. 2, മാലിന്യമില്ലാത്ത അവകാശം. 3, വാട്ടമില്ലാത്ത അവകാശം. ഈ ഭൂമിയിലെ എല്ലാ അവകാശങ്ങളും ക്ഷയിച്ചു പോകുന്നതാണ്. എന്നാൽ സ്വർഗത്തിലെ അവകാശത്തിനൊരു ക്ഷയമില്ല, കാരണം അത് സ്വർഗീയമാണ്. ഇവിടെ പലവിധമായ കാര്യങ്ങൾ കൊണ്ട് എല്ലാ അവകാശവും കാലക്രമേണ ക്ഷയിച്ചു പോകുന്നു, നഷ്ടമായി പോകുന്നു, അതിൻ്റെ അളവ് കുറയുന്നു. നമുക്കറിയാം, കഴിഞ്ഞ 2-3 തലമുറയ്ക്ക് ലഭിച്ചിടത്തോളം അവകാശം ഇന്നത്തെ തലമുറയ്ക്ക് ലഭിക്കുന്നില്ല. കാരണം അവകാശങ്ങളെല്ലാം കുറഞ്ഞു വരികയാണ്. ലഭിക്കാവുന്ന അവകാശങ്ങളെല്ലാം കുറഞ്ഞു വരുന്നു, ക്ഷയിച്ചു പോകുന്നതാണ്. എന്നാൽ സ്വർഗത്തിലെ അവകാശം ക്ഷയിക്കാത്തതാണ്. ആ അവകാശം നമുക്കുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക, അവകാശത്തിനായിട്ട് നമ്മൾ നോക്കി പാർക്കുക. രണ്ടാമതായിട്ട്, ഈ അവകാശം മാലിന്യമില്ലാത്ത അവകാശമാണ്. ഈ ഭൂമിയിലെ അവകാശങ്ങളുടെ ഉള്ളിലൊക്കെ പലവിധമായ മാലിന്യങ്ങളുണ്ട്. അതൊന്നും 100% നിർമ്മലമല്ല. എന്നാൽ സ്വർഗത്തെ സൂക്ഷിച്ചിരിക്കുന്ന അവകാശം പൂർണ്ണമായും നിർമ്മലമാണ്. അതിനാണ് നമ്മെ വിശുദ്ധന്മാരാക്കി തീർത്തിരിക്കുന്നത്. നമുക്ക് തേജസ്കരിച്ച് ഈ അവകാശത്തിലേക്ക് പൂർണ്ണ വിശുദ്ധിയോടും പൂർണ്ണ തേജസ്സോടും കൂടി പ്രവേശിക്കുന്നു. മൂന്നാമതായിട്ട്, വാട്ടം ഇല്ലാത്ത അവകാശം, അഥവാ അതിൻ്റെ ഗുണം മങ്ങിപ്പോകുന്നില്ല. പുരാതന ഒളിമ്പിക്സിലൊക്കെ, ഏതൻസിലൊക്കെ ആരംഭിച്ച പുരാതന ഒളിമ്പിക്സിൽ അവർക്ക് ലഭിക്കുന്നത്, ഓട്ടത്തിൽ ഒളിമ്പിക്സിൽ പങ്കെടുത്ത വിജയികൾക്ക് ഒലിവിൻ്റെ വൃക്ഷങ്ങളാണ്. അതെല്ലാം കുറച്ച് കഴിയുമ്പം വാടിപ്പോകും. നമുക്കറിയാം, ഈ ഭൂമിയിൽ ഏതൊരു മത്സരത്തിൽ വിജയിക്കുന്നോ ആ വ്യക്തികൾക്ക് ലഭിക്കുന്നതായ ട്രോഫികളും ഷീൽഡുകളും എല്ലാം കാലക്രമേണ മങ്ങിപ്പോകും. എന്നാൽ സ്വർഗത്തിൽ ലഭിക്കുന്നതായ അവകാശം മങ്ങിപ്പോകുന്നതല്ല. ഈ അവകാശത്തിൽ എന്തൊക്കെ ഉൾപ്പെടുന്നു? നാം കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അവകാശം എന്ന പ്രതിഫലം പ്രാപിപ്പാൻ തക്കോണം കർത്താവായ ക്രിസ്തുവിനെ നാം സേവിക്കണം. പ്രതിഫലം ഉണ്ട് ഈ അവകാശത്തിൽ. അതിനെന്ത് ചെയ്യണം? ഈ ഭൂമിയിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആയുഷ്കാലം കർത്താവിന് വേണ്ടി ജീവിക്കണം, കർത്താവിനെ സേവിക്കണം. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ധനം, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആരോഗ്യം, ദൈവം നമുക്ക് തന്നിരിക്കുന്ന സമയം, ദൈവം നമുക്ക് തന്നിരിക്കുന്ന കൃപാവരങ്ങൾ, ഇതൊക്കെ കർത്താവിനെ സേവിക്കണം. കർത്താവിനെ സേവിക്കുന്നവർക്ക് അവകാശം എന്ന പ്രതിഫലം ലഭിക്കുകയാണ്. നമുക്കവൻ്റെ തേജസ്സിൽ അവകാശമുണ്ട്. ആ സ്വർഗീയമായ അഭൗമികമായ ആ സ്ഥലത്ത് ഒരവകാശമുണ്ട്. മനോഹര ദേശത്ത് അവകാശം ലഭിച്ചിരിക്കുകയാണ്. സ്വർഗീയമായ ശരീരത്തിലുള്ള അവകാശം, സ്വർഗീയമായ പാർപ്പിടത്തിലുള്ള അവകാശം, സ്വർഗീയമായ പ്രതിഫലത്തിലുള്ള അവകാശം, ആ സ്വർഗീയമായ ആ വാഴ്ചയിലുള്ള കർത്താവിനോടുകൂടെ വാഴുവാനുള്ള അവകാശം, എത്രയോ അനുഗ്രഹിക്കപ്പെട്ട അവകാശത്തിലേക്കാണ് നാം കൊണ്ടുവന്നിരിക്കുന്നത്. കഷ്ടമനുഭവിക്കുന്ന വിശ്വാസികളോട് പത്രോസ് പറയുകയാണ്, ഈ അവകാശത്തിനായിട്ട് നിങ്ങളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നുണ്ട്. ഈ അവകാശത്തിന് വേണ്ടി അവകാശം ബോധ്യമുള്ളവരായി ഈ അവകാശത്തെ നോക്കി പാർത്തുണ്ട്. കർത്താവായ ക്രിസ്തുവിനെ സേവിക്കണം. നമുക്കും അങ്ങനെ തന്നെ കർത്താവിനെ സേവിച്ച് മുന്നേറാം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇതുവരെ ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവിൻ്റെ വിശുദ്ധമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.
സ്നേഹിപ്പാനായി ശത്രുവാമെന്നിലെന്തു കണ്ടു. മിത്രമായി തീർത്തിടുവാൻ എത്ര വേദന നീ സഹിച്ചു. ഇത്രമേൽ സ്നേഹിപ്പാനായി ശത്രുവാമെന്നിലെന്തു കണ്ടു. മിത്രമായി തീർത്തിടുവാൻ എത്ര വേദന നീ സഹിച്ചു.